ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നൊരു സൂപ്പർ അടിപൊളി പരിപ്പോട ഉണ്ടാക്കിയാലോ. കട്ടൻ ചായയുടെ ഒപ്പം പരിപ്പോട കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ഞാനിവിടെ കുറച്ച് പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം 3 മണിക്കൂറോളം കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പാണ്. അപ്പോൾ നല്ലപോലെ കുതിർന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് ഞാൻ ഏകദേശം ഒരു 2 ടീസ്പൂൺ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അത് ലാസ്റ്റ് നമുക്ക് ചേർക്കാനുള്ളതാണ്. ഇത്ര ഉണ്ടോ ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ 3 വറ്റൽമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ചേർക്കുന്നത് വെളുത്തുള്ളിയും ഉള്ളിയുമാണ് കേട്ടോ. വെളുത്തുള്ളി ഞാൻ 2-3 എണ്ണം എടുത്തിട്ടുണ്ട്. ഉള്ളിയും അതുപോലെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി ചതച്ച് ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അതും പിന്നെ കുറച്ച് പെരിഞ്ജീരകവുമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലപോലെ അരഞ്ഞു പോകണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് അതൊരു ബൗളിലേക്ക് ഞാൻ മാറ്റുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 2-3 ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് വേപ്പില ചേർക്കുന്നുണ്ട്. 2-3 പച്ചമുളക് കട്ട് ചെയ്തും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒട്ടും കൂടി പോകരുത്. കുറച്ച് ചേർത്തിട്ട് പിന്നെ ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ലാസ്റ്റത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കായപ്പൊടിയാണ് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. നമ്മൾ ലാസ്റ്റ് ചേർത്തിരിക്കുന്ന ഐറ്റംസ് എല്ലാം തന്നെ ഒന്ന് മിക്സായി കിട്ടണം. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതേപോലെ കയ്യിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക കേട്ടോ. അധികം കനത്തിൽ എടുത്തു കഴിഞ്ഞാൽ പരിപ്പോടയുടെ ഉള്ളു വേവില്ല. അതുകൊണ്ട് അത്യാവശ്യം ഒന്ന് പരത്തിയെടുക്കണം. എണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നല്ല തിളച്ച എണ്ണയിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. പക്ഷേ ഇതിട്ടതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ പരിപ്പോടയുടെ ഉള്ളു ഒട്ടും വേവില്ല, പുറം മാത്രം കരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. തിരിച്ചു മറിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഒരു ബ്രൗൺ കളറാവുന്നവരെ ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പോട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മീ.